കോഴിക്കോട് ബസ്സിൽ ലൈംഗികാതിക്രമണം നടന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയ യുവതി സോഷ്യൽ മീഡിയയിൽ വീഡിയോ പ്രചരിപ്പിച്ചതിനാൽ മനം നൊന്ത് യുവാവ് ജീവനൊടുക്കി. കോഴിക്കോട് മീസന്ത ഗോവിന്ദപുരത്തെ ദീപക്കാണ് മരിച്ചത്. ഇതോടെ യുവതിക്കെതിരെ കടുത്ത വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത്. രാഹുൽ ഈശ്വർ മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകി. കാര്യങ്ങൾ ഞങ്ങളെ മേലെ ഒരു ആക്ടിവിറ്റി വരുമ്പോൾ നമ്മൾ അറിയണമല്ല കാര്യം എന്താണെന്ന്. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കണ്ടിട്ട് പറഞ്ഞത് തങ്ങൾക്ക് കണ്ടെന്താ തോന്നണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് കണ്ടാൽ തന്നെ അറിയാം അത് ഫേക്ക് തരുത്. എനിക്കറിയില്ല ആ കുട്ടി കണ്ടന്റ് ക്രിയേറ്റർ ആണെന്ന് ഞാൻ അറിഞ്ഞത് അങ്ങനെയാണെന്നല്ല. പക്ഷെ അത് കണ്ടാലറിയാം അതൊരു ഇപ്പോഴത്തെ ഒരു ട്രെൻഡായിരിക്കുന്നത്. പെൺകുട്ടിയൊക്കെ എന്തെങ്കിലും ചെറിയൊരു ഇഷ്യൂ കിട്ടിക്കഴിഞ്ഞാൽ തീം കിട്ടിക്കഴിഞ്ഞാൽ അവരെ മൈൻഡ് അതപ്പോൾ ചേഞ്ച് ആവാണ്. അത് വെച്ച് ഞങ്ങൾ റീച്ച് കിട്ടുമല്ലോ, ഇത്ര റീച്ച് കിട്ടുമല്ലോ. ദൃശ്യ പുതിയടത്ത ചേരുന്നുണ്ട്. ദൃശ്യ, ആരോപണത്തിലും വീഡിയോ പങ്കുവച്ചതിലെയും മനം നൊന്താണോ ഇദ്ദേഹത്തിന്റെ ആത്മഹത്യ? പ്രതികരിച്ചു. പുരുഷന്മാർക്ക് ബസ്സിൽ പോലും സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയായി എന്ന പ്രതികരണം സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട്. അതേസമയം മെഡിക്കൽ കോളേജ് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. വെള്ളിയാഴ്ചയാണ് ബസ്സിൽ നിന്നുള്ള വീഡിയോ യുവതി ചിത്രീകരിച്ചത്. സെയിൽസ്മാനായി ജോലി ചെയ്യുകയാണ് ദീപക്. ജോലി ആവശ്യത്തിനുള്ള യാത്രക്കിടെയാണ് യുവതി വീഡിയോ ചിത്രീകരിച്ചത്. മോശമായ രീതിയിൽ സ്പർശിക്കാൻ ശ്രമിക്കുന്നു എന്ന വീഡിയോ പങ്കുവച്ച് യുവതി പറയുന്നു. ഈ ദൃശ്യം സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ ദീപക് വനമോഷണത്തിലായിരുന്നു എന്ന് സുഹൃത്തുക്കൾ പ്രതികരിച്ചു. ഇന്ന് പുലർച്ചെയാണ് ദീപക് ജീവനൊടുക്കിയത് എന്ന് പറയപ്പെടുന്നു. രാവിലെയാണ് വീട്ടുകാർ അറിഞ്ഞത്. ദീപകിന്റെ കുടുംബം നിയമപരമായി നീങ്ങിയേക്കുമെന്നാണ് വിവരം. സംസ്കാര നടപടികൾ മറ്റും കഴിഞ്ഞ ശേഷമായിരിക്കുമെന്നത്. യുവതി 2 വീഡിയോയാണ് ഇത് സംബന്ധിച്ച് പുറത്തുവിട്ടത് എന്ന് സുഹൃത്തുക്കൾ മാധ്യമങ്ങളോട് പറഞ്ഞു. വീഡിയോ പ്രചരിപ്പിക്കുന്നതിനുള്ള വിഷമം ദീപക് പങ്കുവച്ചിരുന്നു അത്രേ. ദീപകിന്റെ മരണത്തിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് രാഹുൽ ഈശ്വർ പരാതി നൽകി. യുവതിക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നാണ് മുഖ്യമന്ത്രിക്കും DGPക്കും നൽകിയ പരാതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പോലീസ് നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു. എന്തായാലും നാട്ടുകാരൊക്കെ വലിയ പ്രതിഷേധത്തിലാണ്. നിങ്ങൾക്കൊക്കെ പരിചയമുള്ള ആളായിരുന്നു? അതെ, നമ്മൾ നേരത്തെ പരിചയമുള്ള ഒരാളാണ്. അദ്ദേഹം ഈ പ്രദേശത്ത് അത്ര മോശപ്പെട്ട ഒരു അഭിപ്രായവും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ നാട്ടുകാരായിട്ടുള്ള ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. ചുറ്റുവട്ടത്തുള്ള മോശപ്പെട്ട ഒരു അഭിപ്രായ കാര്യങ്ങളും നിലവിൽ ഇദ്ദേഹത്തെ കുറിച്ചിട്ടില്ല. പക്ഷേ ആ ഒരു ഇല്ലാത്തൊരു കാര്യത്തിൻ്റെ മുകളിലാണ് അദ്ദേഹം മനം നൊന്നിട്ട് ഈ ആത്മഹത്യ ചെയ്തത്. അല്ലാണ്ട് വേറെ ഒന്നും പ്രത്യേകിച്ച് നാട്ടുകാർക്ക് ആർക്കൊന്നും പറയാനില്ല. പ്രത്യേകിച്ച് നിങ്ങൾക്ക് തന്നെ ഇവിടെ ചോദിച്ചാൽ മനസ്സിലാവും. മോശപ്പെട്ട രീതിയിൽ ഒരാൾക്കൊരു അഭിപ്രായം ഇല്ല. ഞങ്ങൾ ഇതേ ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി ഞങ്ങളുടെ സഹപ്രവർത്തകരെല്ലാവരും കൂടി ഞങ്ങൾ അവിടെ പോയിട്ട് അവിടുത്തെ CA ആയിട്ട് സംസാരിച്ചപ്പോൾ CA നമുക്ക് വേണ്ടപ്പെട്ട നല്ലൊരു രീതിയിലുള്ള മറുപടി അല്ല CAൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. കാരണം ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞ് നിലവിൽ ഈ സ്ത്രീയുടെ പേരിൽ കേസ് നിലവിലെടുക്കണം, അപ്പം അതിന് വേണ്ട നടപടി നിങ്ങൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ടും കൂടി അദ്ദേഹം നമ്മളെ വാക്ക് കേൾക്കാനും കൂടി തയ്യാറില്ല ആവാണ്ട് അദ്ദേഹം ജീപ്പിൽ കയറി പോവാനുണ്ടായത്. ഒരാൾ പരാതിയായിട്ട് സ്റ്റേഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നമ്മളെ പരാതി കേട്ട് അതിന്